യുദ്ധസമാനമായ സാഹചര്യമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്ന് മാത്രവുമല്ല, ക്ഷമ പരീക്ഷിക്കരുത് എന്ന് രാജ്നാഥ് സിംഗിൻ്റെ ഇന്നത്തെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശക്തമായ താക്കീതാണ് പാകിസ്ഥാന് നൽകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഇന്ത്യൻ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യരെയാണ് പാകിസ്ഥാൻ സേന കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ ഈ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുള്ളത്. നമ്മളവിടെ നിരപരാധികളായ നിഷ്കളങ്കരായ ഒരു മനുഷ്യരെയും ഒരു സിവിലിയനെയും ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. മിലിറ്ററി ബേസുകൾ അറ്റാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു മെച്യൂർ ഡെമോക്രസി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാ യുദ്ധമര്യാദകളും പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എസ്കലേറ്റ് ചെയ്തിട്ടില്ല. ഇന്ന് വളരെ വ്യക്തമായിട്ട് വിക്രം മിശ്രി പറയുന്നുണ്ട്, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ എസ്കലേഷൻ സംഭവിച്ച എപ്പോഴാണ്? ഏപ്രിൽ 22-ാം തീയതിയാണ്. ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിൽ നിങ്ങൾ 26 മനുഷ്യരുടെ ജീവൻ എടുത്തതാണ് യഥാർത്ഥത്തിലുള്ള എസ്കലേഷൻ. ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് ചെയ്യണമല്ലോ ഇന്ത്യ. കാരണം ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യയിലെ ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ പ്രാഥമികവും പ്രഥമവുമായ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് നമുക്ക് 3 സേനാ വിഭാഗങ്ങളുള്ളത്. അപ്പോൾ നിശ്ചയമായും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യതപ്പെട്ടൊരു സർക്കാരിന് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുമ്പിൽ കൈയും കെട്ടി നിശബ്ദരായി നിൽക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് നമ്മൾ വളരെ കൃത്യമായ ചില ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടല്ലേ. ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ്? ഇപ്പോൾ വിദേശ വാർത്താ ഏജൻസികളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ 9 പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്നാണ്. ഇന്ത്യ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യ ഒരു ആക്രമണം മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് ലാഹോറിലെ വ്യോമകേന്ദ്രവുമായി ബന്ധപ്പെട്ട ആക്രമണമാണ്. എന്നാൽ റാവൽപിണ്ടി എന്ന് പറയുന്നത് എന്താണ്? ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആസ്ഥാനം നിലകൊള്ളുന്ന സ്ഥലമാണ് റാവൽപിണ്ടി എന്ന് പറയുന്നത്. ആ റാവൽപിണ്ടിയിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം തകർന്നിട്ടുണ്ട്. റാവൽപിണ്ടിയിൽ മാത്രമല്ലല്ലോ, കറാച്ചിയിലും ലാഹോറിലും ഒക്കെ ഇന്ന് ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഡ്രോൺ അറ്റാക്കുകളെല്ലാം തന്നെ ഇന്ത്യ ആസൂത്രണം ചെയ്തതാണെന്ന് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മിലിറ്ററി വക്താവാണ്. അദ്ദേഹം പറഞ്ഞത് 25ഓളം ഡ്രോണുകളാണ് പാകിസ്ഥാൻ്റെ ആകാശത്ത് പറന്ന് നടന്ന് ഈ ആക്രമണം വിതച്ചത്. ഞങ്ങൾ 25 ഡ്രോണുകളെയും ഷോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആ ഡ്രോണുകളെല്ലാം ഇസ്രായേലി നിർമ്മിതമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് 9 പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ച് 100ഓളം ഭീകരരെ കൊന്നു എന്ന് വെളിപ്പെടുത്തിയത് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് തന്നെയാണ്. ഒരു സിവിലിയനെ പോലും നമ്മൾ കൊന്നിട്ടില്ല. നമ്മൾ ഇതുവരെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സർവകക്ഷി സമ്മേളനത്തിൽ വളരെ വ്യക്തമായി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യൻ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നോക്കൂ, 100ലേറെ ടെററിസ്റ്റുകളെയാണ് ഇന്ത്യ ഈ 9 ടെറർ ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്യുന്ന വഴി ഇല്ലാതാക്കിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഞാൻ കാണുന്നുണ്ടല്ലോ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ അബ്ദുൾ റൌഫ് അസറിൻ്റെ കൊലപാതകമാണ്. അതൊരു ചെറിയ കാര്യമല്ല. ആരാണ് ഈ അബ്ദുൾ റൌഫ് അസർ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1999 ഡിസംബർ 24-ാം തീയതി ഇന്ത്യയിലേക്ക് വന്ന ഇന്ത്യൻ എയർലൈൻസിൻ്റെ IC 814 എന്ന് പറയുന്ന വിമാനം തട്ടിക്കൊണ്ടുപോയി. അത് ആ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് ഇന്ത്യ കടന്നുപോയ സംഘർഷഭരിതമായിട്ടുള്ള ആ ദിവസങ്ങളെക്കുറിച്ച് ഉത്തമമായ ബോധ്യമുണ്ട്. ഡിസംബർ 24 എന്ന് പറഞ്ഞൊരു പ്രത്യേകത എന്താ? 25 എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആണ്. ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി രാജ്യമെമ്പാടും ആഘോഷത്തിന് തയ്യാറെടുക്കുന്ന സമയത്താണ് IC 814 എന്ന് പറഞ്ഞ് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ഒരു വിമാനം 5 അഫ്ഗാൻ താലിബാൻ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോകുന്നത്? ഏതാണ്ട് 4:20 പുറപ്പെട്ട വിമാനം 4:50 ആയപ്പോഴത്തേക്കും ഇന്ത്യയുടെ വ്യോമാതിർത്തിക്കുള്ളിലായി. ആ സമയത്താണ് ഒരാൾ തോക്കുമെടുത്തുകൊണ്ട് കോക്പിറ്റിൽ പോയി പൈലറ്റുമാർക്ക് മുന്നിൽ ചൂണ്ടിക്കൊണ്ട് ഈ വിമാനം തട്ടിയെടുത്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. 4 പേർ അപ്പോൾ തന്നെ യാത്രക്കാരെ മുഴുവൻ ബന്ദികളാക്കുന്നു. അങ്ങനെ ഒരു വലിയ എന്താ പറയുക, ഒരു ബന്ദി നാടകം അവിടെ സംഭവിക്കുകയാണ്. നേരെ അത് വരേണ്ടത് ഡൽഹി എയർപോർട്ടിലേക്കാണ്. ഡൽഹി എയർപോർട്ടിലേക്ക് വരുന്നതിന് പകരം നേരെ IC 814 എന്ന് പറഞ്ഞ വിമാനം പോകുന്നത് എങ്ങോട്ടേക്കാണ്? അമൃത്സർ എയർപോർട്ടിലേക്കാണ്. അവിടെ ഇറങ്ങിയിട്ട് ഈ ഭീകരർ ആവശ്യപ്പെടുന്ന ഇന്ധനം നിറയ്ക്കണം എത്രയും പെട്ടെന്ന് എന്നാണ്. നമ്മൾ ഇന്ധനം നിറയ്ക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ആംബുഷ് ചെയ്യാനും ശ്രമിച്ചു. NSG കമാൻഡോസ് എത്തി പെട്ടെന്ന് തന്നെ ആംബുഷ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പ് അവർ ഫ്ലൈറ്റ് എടുത്തിട്ട് ആ ഫ്ലൈറ്റ് നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണെന്നറിയോ? ദുബായിലേക്കാണ്. ദുബായിൽ പോയിട്ട് ഇന്ധനം നിറയ്ക്കുന്നു. ഇന്ധനം നിറച്ചിട്ട് അവിടെ വെച്ച് നമ്മുടെ ഒരു ഇന്ത്യക്കാരനെ കുത്തിക്കൊല്ലുന്നു. രൂപൻ കട്യാൽ എന്നാണ് അയാളുടെ പേര്. 25 വയസ്സുള്ളൊരു ബിസിനസ്മാനാണ്. അയാളുടെ ഭാര്യ രചനയുമായിട്ട് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ഹണിമൂണിന് പോയതാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ. തിരിച്ചു വരുമ്പോഴാണ് ഈ ഹൈജാക്ക് നടക്കുന്നത്. അയാളെ കുത്തിക്കൊന്നു. എന്നിട്ട് നേരെ പോയത് എങ്ങോട്ടേക്കാണെന്നറിയോ? ഈ ഫ്ലൈറ്റ് ലാഹോറിലേക്ക് പോകുന്നു. പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് പോകുന്നു. ലാഹോറിൽ ഇറങ്ങുന്നു, ഇന്ധനം നിറയ്ക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് അഫ്ഗാനിലെ കാൻഡഹാറിലേക്ക് പോകുന്നു. നമ്മൾ 5 ദിവസമാണ് ഈ പറയുന്ന ഉഭയകക്ഷി ചർച്ച നടത്തിയത്. അന്നും ഈ അജിത് ഡോവലാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത്. അജിത് ഡോവലും അതേപോലെ വിവേക് കാഡ്ജോ എന്ന് പറയുന്ന വിദേശകാര്യ സെക്രട്ടറിയുമാണ് ഈ പറയുന്ന അഫ്ഗാൻ തീവ്രവാദികളുമായി ചർച്ചകൾ നടത്തിയത്. ആ കാൻഡഹാർ ഓപ്പറേഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നറിയാവോ? മസൂദ് അസർ എന്ന് പറയുന്ന കൊടും ഭീകരനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഇന്ത്യൻ ജയിലിലാണ് മസൂദ് അസർ. എവിടെയാണ്? എനിക്ക് തോന്നുന്നു ശ്രീനഗറിലെ ജയിലിലായിരുന്നു മസൂദ് അസർ. മസൂദ് അസറിനെ 5 വർഷമായി ഇന്ത്യയിൽ തടവിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ മസൂദ് അസർ എന്ന് പറയുന്ന ആൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനാണ്. അദ്ദേഹം ഇന്ത്യയിൽ പല ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ പിടിക്കപ്പെട്ടത്. ഇന്ത്യയിൽ പിടിക്കപ്പെട്ട് ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന സമയത്താണ് മസൂദ് അസറിൻ്റെ അനിയൻ അബ്ദുൾ റൌഫ് അസർ എന്ന് പറയുന്ന ഇന്നത്തെ സുപ്രീം കമാൻഡർ ഓഫ് ജെയ്ഷെ മുഹമ്മദ്, ആ സുപ്രീം കമാൻഡറായിട്ടുള്ള ഈ പറയുന്ന അഷ്റഫ് റൌഫാണ് അന്ന് ഈ പറയുന്ന കാൻഡഹാർ ഹൈജാക്ക് പ്ലാൻ
ചെയ്യുന്നതും നടപ്പാക്കുന്നതും. 1999 ഡിസംബർ 31 രാത്രിയിൽ നമ്മൾ ആ ഫ്ലൈറ്റുമായിട്ട് തിരിച്ചു വന്നു. അന്ന് ജസ്വന്ത് സിംഗ് ആണ് വിദേശകാര്യമന്ത്രി, NDA ആണ് ഭരിക്കുന്നത്, വാജ്പേയി ആണ് പ്രധാനമന്ത്രി. ജസ്വന്ത് സിംഗ് ആണ് കേട്ടോ ഈ 3 കൊടും ഭീകരരുമായിട്ട് അഫ്ഗാനിലെ കാൻഡഹാറിലേക്ക് പോയിട്ട് അവരെ കൊടുത്തുകൊണ്ട് ഈ 176 ഇന്ത്യൻ പാസഞ്ചേഴ്സുമായിട്ട് ആ വിമാനം തിരിച്ചു കൊണ്ടുവരുന്നത്. ആ വിമാനം നേരെ വരുന്നത് പാലം വിമാനത്താവളത്തിലാണ്. ഞാനത് അർദ്ധരാത്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് ന്യൂ ഇയർ ഈവാണ് എന്നാലോചിക്കണം. ഒരു ന്യൂ ഇയർ ഈവാണ്. ആ ന്യൂ ഇയർ ഈവിൽ രാജ്യം ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഈ 176 മനുഷ്യർക്ക് എന്ത് സംഭവിക്കുമെന്നറിയില്ല. ആ വിമാനത്താവളത്തിൽ എൻ്റെ കണ്ണിൽ നിന്ന് പറഞ്ഞു പോകില്ല. കാരണം വെച്ചാൽ ആ വിമാനത്താവളത്തിൽ ചുറ്റുമായിട്ട് ഈ 176 പേരുടെ ബന്ധുക്കൾ വരികയാണ്. ഓരോരുത്തരും ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ ഒരു വിശ്വാസമാണ്. ഇത് വെച്ചാൽ ഇവരൊക്കെ തിരിച്ചു വരുമോ എന്നുള്ള ആ ഒരു ആകാംക്ഷയാണ്. ആ രീതിയിലാണ് ആ ഫ്ലൈറ്റ് വന്നിറങ്ങിയത്. അന്ന് ഏതാണ്ട് 10 മണിയോടുകൂടി പാലം വിമാനത്തിൽ ആ ഫ്ലൈറ്റ് ഇറങ്ങി എല്ലാവരും തിരിച്ചുപോയി. അങ്ങനെയാണ് ഇന്ത്യ 2000 എന്ന് പറയുന്ന മില്ലേനിയത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. 2000-ലെ ആ രാത്രി എന്ന് പറയുന്ന ഇന്ത്യക്ക് മറക്കാൻ പറ്റില്ല. അത് അത്ര ഭീകരമായ ഒരു രാത്രിയാക്കി മാറ്റിയത് ഈ പറയുന്ന അബ്ദുൾ റൌഫ് അസർ എന്ന് പറയുന്ന മസൂദ് അസറിൻ്റെ അനിയനാണ്. മസൂദ് അസറിന് വേണ്ടിയിട്ടാണ് അയാൾ ചെയ്തത്. 26 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു. കാരണം നോക്കൂ, നമ്മൾ പല സമയത്തും പാകിസ്ഥാന് നൽകിയിട്ടുള്ള വാർണിംഗ് എന്താണ്? ഈ ഭീകരരെ പിടിച്ച് കൈമാറണം എന്നാണ്. നമ്മൾ കൃത്യമായ മെച്യൂർ ഡെമോക്രസിയാണെന്ന്. ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ കൺട്രിയാണ്. ഇന്ത്യ ഒരിക്കലും ഒരു അരാജകത്വത്തിനും പോകുന്ന രാജ്യമല്ല. നേരിട്ട് അങ്ങോട്ട് കയറി ഒരു രാജ്യത്തെ ആക്രമിച്ച് കളയാം, അവിടുത്തെ നിഷ്കളങ്കരായ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ കൊന്നു കളയാം, അങ്ങനെ ഒരു രാജ്യത്തെ ഇല്ലാതാക്കി കളയാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പദ്ധതിയല്ല. ആ ഇന്ത്യ പല തവണ പാകിസ്ഥാൻ നേതൃത്വത്ത് പറഞ്ഞു ഞങ്ങൾക്ക് മസൂദ് അസറിനെ തിരിച്ചു കിട്ടണം, നിങ്ങൾ അറസ്റ്റ് ചെയ്ത് മസൂദ് അസറിനെ കൈമാറണം, അബ്ദുൾ റൌഫിനെ കൈമാറണം, ഹഫീസ് സയ്യിദിനെ കൈമാറണം. 1 ഇഞ്ച് പോലും അനങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇവർക്കെല്ലാം വേണ്ട സുരക്ഷ, എല്ലാ തരത്തിലുള്ള സുരക്ഷയും നൽകി. ഗ്ലോബൽ ടെററിസ്റ്റ് ആണ് കേട്ടോ. മസൂദ് അസറിനെ ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന് പ്രഖ്യാപിച്ചാരാന്നറിയോ? ഐക്യരാഷ്ട്ര സംഘടനയാണ്. ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരാൾ സുഖകരമായിട്ട് അവിടെ ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പം പാകിസ്ഥാന്റെ മണ്ണിൽ ഒരു ഭീകര സംഘടനയില്ല, പാകിസ്ഥാന്റെ മണ്ണിൽ ഒരു ഭീകരവാദിയുമില്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഇന്ന് വിദേശകാര്യ സെക്രട്ടറി ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, അബോട്ടാബാദിൽ ഒരാളെ കൊന്നല്ലോ അമേരിക്ക വന്നിട്ട്. ആരായിരുന്നു ഈ അബോട്ടാബാദിൽ കൊല്ലപ്പെട്ടയാൾ? ആരായിരുന്നു? ഒസാമ ബിൻ ലാഡനാണ്. ആ ഒസാമ ബിൻ ലാഡന് അഭയം കൊടുത്ത രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ടെറിട്ടറി എന്ന് പറയുന്നത് ഈ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ സുഗമമായി നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല ഈ ഭീകരെല്ലാം നിലനിൽക്കുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കുകയേ നിർവാഹമുള്ളൂ. ഇത്തരത്തിലുള്ള ഭീകരന്മാരെ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലെ പഹൽഗാം ഇനിയും ആവർത്തിക്കും. ഇന്ത്യയിൽ ഇതുപോലെ മുംബൈ അറ്റാക്കുകൾ ഉണ്ടാകും. ഇന്ത്യൻ പാർലമെന്റ് പോലും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അത്തരമൊരു സ്ഥിതിയിലേക്ക് ഇനി രാജ്യം പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായൊരു നടപടിയിലേക്ക് പോകുന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് റിറ്റാലിയേഷനാണ് കേട്ടോ. ഈ പറയുന്ന 16 മനുഷ്യരെ എന്താണ് അവരുടെ കയ്യിലുള്ളത്? അവർ ഒരു സഞ്ചിയുമായി കമ്പോളത്തിലേക്ക് പോയി അരി വാങ്ങിക്കാൻ പോകുമ്പോഴാണ് കൊല്ലുന്നത്, വെടിവെച്ച് കൊല്ലുന്നത് എന്ന് മാത്രമല്ല എത്ര വീടുകളാണ് തീ വെച്ചത്. ഈ പറയുന്ന ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഗുജറാത്ത്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, അതുപോലെ പഞ്ചാബ്, ഇത്രയും വിശാലമായ അതിർത്തിയാണ്. ഈ വിശാലമായ അതിർത്തി മുഴുവൻ ഫെൻസ് ചെയ്ത് മതിൽ കെട്ടിയൊന്നും നിൽക്കാൻ ഒരു രാജ്യത്ത് കഴിയില്ല. അവിടെയൊക്കെ പൂർണ്ണമായും സൈന്യത്തെ വിന്യസിക്കാൻ കഴിയില്ല. അപ്പം സൈന്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി സാധാരണക്കാരായ മനുഷ്യരെ എയിം ചെയ്ത് വെടിവെച്ച് കൊന്നാൽ തിരിച്ചടിച്ചേ പറ്റൂ. തിരിച്ചടിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലാഹോറിലെ വ്യോമ കേന്ദ്രത്തെ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ അത് ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്തത്. അതുമാത്രമല്ലോ, ഇന്നിപ്പോൾ പഞ്ചാബിൻ്റെ അതിർത്തിയായിട്ടുള്ള അമൃത്സറിലേക്ക് എയിം ചെയ്തുകൊണ്ട് മിസൈൽ ആക്രമണം നടത്താൻ ശ്രമിച്ചില്ലേ പാകിസ്ഥാൻ? എന്താണ് ഈ അമൃത്സറിൻ്റെ പ്രത്യേകത? അമൃത്സർ എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗണാണ്, വലിയൊരു പട്ടണമാണ്. എത്ര മനുഷ്യരവിടെ മരിക്കും ഒരു മിസൈൽ വീണാൽ? അപ്പോൾ അത് മരിക്കുന്ന ആരാണ്? സൈനികരൊന്നും അല്ല, സൈനികർ മനുഷ്യരാണ്. പക്ഷേ സൈനികർക്ക് അവരുടേതായിട്ടുള്ള ഡിറ്ററൻസ് ഉണ്ട്. ഈ സാധാരണക്കാരായിട്ട് റോഡിലൂടെ പോകുന്ന മനുഷ്യർക്ക് എന്ത് ഡിറ്ററൻസ് ആവുള്ളത്? അവർക്കൊന്നും ബുള്ളറ്റ് പ്രൂഫും ഇല്ല, അവരൊന്നും ഒരു സെക്യൂരിറ്റിയിലും അല്ല ജീവിക്കുന്നത്. അവരെ എയിം ചെയ്തുകൊണ്ട് ഈ പറയുന്ന നീക്കം നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തിരിച്ചടിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മാത്രമല്ല, ഇന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നതും നമ്മുടെ സൈനിക മേധാവികൾ പറഞ്ഞിരിക്കുന്നതും തുടരും. ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടരും. നിങ്ങൾ ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ വീണ്ടും വീണ്ടും ഈ ആക്രമണം തുടരുക തന്നെ ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ മൂവ് എല്ലാം വളരെ കാൽക്കുലേറ്റഡ് ആണ്, പ്രിസൈസ് ആണ്, മെഷേർഡ് ആണ്, കൺട്രോൾഡ് ആണ്. ഒരു സംശയവും വേണ്ട. ഇന്ത്യ ഈ യുദ്ധത്തിൽ വലിയൊരു മുന്നേറ്റം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ആത്മവിശ്വാസം തകർന്നൊരു പാകിസ്ഥാനാണ്. ഈ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് നാട്ടിൽ പറയുന്ന പോലുള്ള അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വം നിർണായകമായൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇത് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നത് പാകിസ്ഥാനായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. Meet the editors.